നമസ്കാരം. ആൺ സുഹൃത്തായിരുന്ന ഷാരോൺ രാജിനെ കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻ ചിറ പുമ്പളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ ചർച്ചയാകുന്നത് പ്രണയച്ചതിയെക്കുറിച്ചാണ്. യഥാർത്ഥ സ്നേഹം പോലും തലകുനിച്ചു പോകുന്ന രീതിയായിരുന്നു ഇവിടെ ഗ്രീഷ്മ എന്ന യുവതി ചെയ്തത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് എം ബഷീറാണ് വിധി പ്രസ്താവിച്ചത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. എന്തായാലും കേരളം ഞെട്ടലോടെ കേട്ട ഈ ഒരു സംഭവത്തിന്റെ നാൾ വഴികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗ്രീഷ്മ. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്. കഴിഞ്ഞ ഒക്ടോബർ 15 തുടങ്ങിയ വിചാരണ ഈ മാസം 3 അവസാനിച്ചത്. 95 സാക്ഷികളെ വിസ്തരിച്ചു. ഗ്രീഷ്മ നൽകിയ കഷായമാണ് താൻ കുടിച്ചതെന്ന ഷാരോൺ രാജ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയാണ് കേസിൽ നിർണായകമായത്. കളനാശിനി കലർത്തിയ കഷായം കുടിച്ചതാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലും തെളിഞ്ഞിരുന്നു. ഗ്രീഷ്മ ചതിച്ചതായി സുഹൃത്ത് റെജിനോടും മരണത്തിന് 2 ദിവസം മുൻപ് പിതാവ് ജയരാജനോടും ഷാരോൺ പറഞ്ഞിരുന്നു. അമിത അളവിൽ ഗുളികകൾ കലർത്തിയ ജ്യൂസ് കുടിപ്പിക്കൽ ചാലഞ്ച് നടത്തി ഷാരോണിനെ കൊല്ലാൻ 2 മാസം മുൻപ് ഗ്രീഷ്മ ശ്രമിച്ചതായി പോലീസും കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടത് ഞെട്ടലോടെ തന്നെയാണ്. കയ്പ് കാരണം ഷാരോൺ രാജ് അന്ന് തുപ്പിക്കളയുകയായിരുന്നു ആ ഒരു പാനീയം. അമിത അളവിൽ ഈ മരുന്ന് കഴിച്ചാലുള്ള ആഘാതങ്ങളെക്കുറിച്ച് ഈ സംഭവം നടന്ന ദിവസം രാവിലെ ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പരതിയത പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഷാരോണിന് വിഷം നൽകിയ ദിവസം രാവിലെയും വിഷത്തിന്റെ പ്രവർത്തന രീതിയെപ്പറ്റി ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരച്ചിൽ നടത്തി. പലതവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ല എന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഷാരോണിന്റെ അസ്വാഭാവിക മരണത്തിൽ ഗ്രീഷ്മ അറസ്റ്റിലായ ശേഷം 85-ാം ദിവസമാണ് ക്രൈംബ്രാഞ്ച് സംഘം നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഷാരോണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി ഗ്രീഷ്മ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്ന് കുറ്റപത്രത്തിലും വ്യക്തമാക്കിയിരുന്നു. ജ്യൂസ് ചാലഞ്ച് പരാജയപ്പെട്ടതോടെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയത്. 142 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചു. 1-ാം പ്രതിയായ ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഷാരോണിനെ കൊലപ്പെടുത്തിയത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പാരസെറ്റാമോൾ ഗുളികകൾ പൊടിച്ച ജ്യൂസിൽ കലർത്തി നൽകിയാണ് ആദ്യം കൊലപാതക ശ്രമം നടത്തിയത്. ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ഇത് നടപ്പിലാക്കിയെങ്കിലും ലക്ഷ്യം വിജയിച്ചില്ല. ജ്യൂസിന് കയ്പാണെന്ന് പറഞ്ഞ ഷാരോൺ തുപ്പിക്കളഞ്ഞതോടെയാണ് ജ്യൂസ് ചലഞ്ച് പരാജയപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. സംഭവ ദിവസം ഷാരോണുമായി സെക്സ് ചാറ്റ് ചെയ്തതിന് ശേഷം ലൈംഗിക ബന്ധത്തിനായാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഈ വാട്സപ്പ് ചാറ്റിന്റെ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 1 വർഷത്തോളം പ്രണയിച്ച ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള മറ്റൊരു യുവാവിന്റെ വിവാഹാലോചന വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ പലപ്പോഴായി നടത്തിയ ശ്രമമാണ് 2022 ഒക്ടോബർ 14 കഷായത്തിൽ വിഷം നൽകിക്കൊണ്ട് ഗ്രീഷ്മ സാധിച്ചത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പലതവണ ജ്യൂസിലടക്കം വിഷം കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയും ആദ്യ ഭർത്താവ് മരിക്കുമെന്ന അന്ധവിശ്വാസം പറഞ്ഞുമെല്ലാം ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ കഷായത്തിൽ വിഷം കലർത്തി നൽകി നടത്തിയ ശ്രമത്തിൽ ഷാരോൺ കൊല്ലപ്പെടുകയായിരുന്നു. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വലിയ ആസൂത്രണമാണ് ഗ്രീഷ്മ നടത്തിയത്. ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ കാമുകന്റെ പ്രാണനെടുത്ത ഗ്രീഷ്മ പഠനകാര്യത്തിൽ മിടുമിടുക്കിയായിരുന്നു. ഒപ്പം ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഹൊറർ സിനിമകളുടെ കടുത്ത ആരാധികയും. തമിഴ്നാട്ടിലെ MS സർവകലാശാലയിൽ നിന്നും BA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 4-ാം റാങ്ക് നേടിയിരുന്നു. കാമുകനെ ഇല്ലാതാക്കാൻ അതിക്രൂരമായ രീതി തിരഞ്ഞെടുത്തത് ഹൊറർ സിനിമകളുടെ സ്വാധീനം കൊണ്ടാണെന്നാണ് സൂചനകൾ. അന്വേഷണത്തെയും പോലീസിന്റെ ചോദ്യം ചെയ്യലിനെയും നേരിടാൻ ഗ്രീഷ്മയ്ക്ക് ധൈര്യം നൽകിയതും ഈ ഹൊറർ പ്രേമം തന്നെയായിരുന്നു. ഷാരോണിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഗ്രീഷ്മയുടെ വൈരാഗ്യമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഗ്രീഷ്മയുടെ ചില സ്വകാര്യ ദൃശ്യങ്ങളും വീഡിയോകളും ഷാരോണിന്റെ പക്കലുണ്ടായിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇവ ഡിലീറ്റ് ചെയ്യുന്നതിനോ
ഗ്രീഷ്മയ്ക്ക് നൽകുന്നതിനോ ഷാരോൺ തയ്യാറായിരുന്നില്ല. ഇവ പ്രതിശ്രുത വരന് ഷാരോൺ കൈമാറുമോ എന്ന് ഗ്രീഷ്മ ഭയന്നിരുന്നു. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഗ്രീഷ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഒരു സൈക്കോ ത്രില്ലർ സിനിമയ്ക്ക് സമാനമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. പക്ഷേ ഗ്രീഷ്മ ഉള്ളിലെ വിഷം അത് കഷായത്തിലൂടെയും നൽകിയപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടത് കേരളത്തിലെ യഥാർത്ഥ പ്രേമങ്ങൾ വരെയാണ്.